മത്സരം തോറ്റുപോയതിനു ശേഷം നമ്മൾ എന്തൊക്കെ ന്യായീകരണങ്ങളും ന്യായവാദങ്ങളും നിരത്തിയാലും അതെല്ലാം പരാജയപ്പെട്ടവൻ്റെ തോറ്റുപോയവൻ്റെ ജൽപ്പനങ്ങൾ മാത്രമായി മറ്റുള്ളവർ പുച്ഛിച്ച് തള്ളി ചവറ്റുകുട്ടയിലേക്ക് എറിയും. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ടുള്ള കെവിൻ യൂക്ക് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പരിതപിക്കുന്ന വിലപിക്കലുകളെയും മറ്റുള്ളവർ അങ്ങനെയാണ് കാണുന്നത്. തോറ്റതിന് ശേഷമുള്ള കരച്ചിൽ എന്നതിനപ്പുറത്തേക്ക് വലിയ വിലയൊന്നും ഇതിന് നൽകുന്നില്ല. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ റഫറിംഗ് സംവിധാനത്തിനെ കുറിച്ച് കാലങ്ങളായിട്ട് തന്നെ ആക്ഷേപങ്ങളുണ്ട്. വളരെ പ്രശസ്തമായിട്ടുള്ള വാക്കൗട്ട് പ്രൊട്ടസ്റ്റ് ഇവാൻ വുക്കോമാനോവിച്ച് നടത്തിയതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം. മുംബൈ സിറ്റി FCക്കെതിരെയുള്ള മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു പോയെങ്കിൽ പോലും ആ മത്സരത്തിൽ തങ്ങളുടെ പരാജയത്തിന് കാരണം റഫറിയുടെ തെറ്റായ തീരുമാനമായിരുന്നു എന്ന് പറയുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തിന് താരമായിട്ടുള്ള കെവിൻ യൂക്ക്. കാരണം കെവിൻ യൂക്ക് പെനാൽറ്റി ബോക്സിനുള്ളിൽ വെച്ച് ഫൗൾ ചെയ്യപ്പെട്ടതിന്റെ പേരിൽ തനിക്ക് പെനാൽറ്റി അവാർഡ് ചെയ്യണമായിരുന്നു, ബ്ലാസ്റ്റേഴ്സിന് പെനാൽറ്റി അർഹമായിരുന്നു എന്നാണ് കെവിൻ യൂക്കിൻ്റെ വാദം. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ സ്റ്റോറി അത് തെളിയിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വീഡിയോ നമ്മൾ നോക്കുമ്പം ആള് ബോക്സിന് തൊട്ട് പുറത്ത് വെച്ച് ഫൗൾ ചെയ്തതല്ലേ, എന്നിട്ട് വീണത് ബോക്സിനകത്തല്ലേ എന്ന് നമുക്ക് ചിന്തിക്കാം. ഏതായാലും ഒരു സസ്പെക്റ്റഡ് ആംഗിളിലാണ് ആ ഒരു ഫൗൾ ഉണ്ടായത്. അത് പെനാൽറ്റി അർഹിച്ചിരുന്നു എന്ന് കെവിൻ യൂക്ക് വാദിക്കുന്നുണ്ട്. പല ആളുകളും അത് പെനാൽറ്റി അല്ല എന്നും പറയുന്നുണ്ട്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് അർഹമായിട്ടുള്ള ഒരു പെനാൽറ്റി നിഷേധിക്കപ്പെട്ടു എന്നാണ് കെവിൻ യൂക്കിൻ്റെ വാദം. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ റഫറിങ്ങിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പണ്ട് തൊട്ടേ ആക്ഷേപം ഉള്ളതുകൊണ്ട് ഇത് വലിയ കാര്യമായിട്ട് ആരും എടുക്കത്തില്ല. ഇനിയിപ്പം അത് പെനാൽറ്റി ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ പോലും വലിയ അറിവില്ല. ആണെങ്കിൽ പോലും അർഹമായ എത്ര പെനാൽറ്റികൾ നിരസിക്കപ്പെട്ടിരിക്കുന്നു, എതിരാളികൾക്ക് അനർഹമായ പെനാൽറ്റികൾ കിട്ടിയിട്ടുണ്ട്. ഈ റഫറിങ് എറേഴ്സൊക്കെ പണ്ട് തൊട്ടേ ഇവിടെ ഉള്ളതാണ്. അതിനെ ഹ്യൂമൻ എറേഴ്സ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇനി ആ ഒരു പെനാൽറ്റി സ്പോട്ട് കിക്ക് മാത്രമല്ലായിരുന്നല്ലോ കളി. ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനം മൊത്തത്തിൽ നിരാശപ്പെടുന്നതായിരുന്നു. ഇനി ആ ഒരു പെനാൽറ്റി സ്പോട്ട് കിക്കിൻ്റെ കാര്യം പറഞ്ഞാലും അത് തോറ്റുപോയതിൻ്റെ വില കുറഞ്ഞ ജൽപ്പനങ്ങളായി മാത്രം മറ്റുള്ളവർ കാണും.